സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള പരിശോധന അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കതിന് കൃത്യമായൊരു പ്ലാൻ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നതും. അതിനൊപ്പം തന്നെയാണ് പുഴയിലും തെരച്ചിൽ നടത്തുന്നത്. അത് ഒരു പക്ഷേ പുഴയിലേക്ക് ഒരു മൺകൂന രൂപപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അതും മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ നിലവിൽ അവിടെ തന്നെ ആ മേഖലയിൽ തന്നെ സിഗ്നൽ കിട്ടിയ അതേ മേഖലയിൽ തന്നെ ലോറിയുണ്ട് എന്ന പ്രതീക്ഷയിൽ തെരച്ചിൽ നടക്കുമ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത് അജിന്റെ സുഹൃത്ത് സമീറാണ്. സമീർ, ഇപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. സൈന്യം വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. അതിൽ ആ തരത്തിലേക്ക് സംയുക്തമായി NDRF-ഉം സൈന്യവും ഒക്കെ ചേർന്നുള്ളൊരു രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഇതേക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? നമ്മളുടെയൊക്കെ ഏറ്റവും വലിയ ആവശ്യവും സൈന്യം അങ്ങോട്ടേക്ക് എത്തണം എന്നുള്ളത് തന്നെയാണല്ലോ. അതെ, സൈന്യം എത്താനൊക്കെ നേരം വൈകിപ്പോയി എന്നുള്ളതാണ്. സൈന്യമൊക്കെ ഇന്നത്തെ 6ാമത്തെ ദിവസമായി. ഇന്നാണ് ഇപ്പൊ സൈന്യത്തിനെ ഒരാള് ഗവൺമെന്റ് അറിയിച്ചാൽ സൈന്യത്തിൽ വരാൻ പറ്റുള്ളൂ. സൈന്യത്തേക്ക് ഇന്നാണ് എത്തിക്കാൻ പറ്റിയ സംഭവ സ്ഥലത്തേക്ക്. 6 ദിവസമായി അതിനുള്ളിൽ. 2 ദിവസം മുന്നേ അതിന്റെ എഞ്ചിൻ വർക്ക് ചെയ്തു എന്നുള്ളത് ബാൽവൻസ് കമ്പനിയിൽ നിന്ന് അവര് GPS നോക്കിയപ്പോൾ പോലും അറിയിച്ചിട്ടുണ്ട്. പിന്നെ അർജുന്റെ വൈഫും സുഹൃത്തൊക്കെ ഫോൺ വിളിച്ചിട്ട് റിങ് ചെയ്തു എന്ന് പറഞ്ഞു. ഇത്രയും അതില് അവന് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്നിട്ട് അവന്റെ അടുത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്തി അവന്റെ അടുത്ത് എത്തിപ്പെടാൻ ഇത്രയും കാലതാമസം എന്താണെന്നുള്ളതാണ് എനിക്കറിയാത്തത്. നേരെ വെച്ചാൽ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ അവൻ എന്നോ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. ഇത് ഒരു അന്യ സംസ്ഥാനത്ത് ആയതുകൊണ്ടായിരിക്കാം നമ്മളെ ഗവൺമെന്റിന് പോലും ഇടപെട്ടിട്ടും അവിടുത്തെ ഗവൺമെന്റിന്റെ അനാസ്ഥ ആവാനാണ് സാധ്യത. അല്ലാതെ ഇപ്പൊ 6 ദിവസമായി ഇനിയും അവന്റെ അടുത്ത് എത്തിപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ അവിടെ നമ്മൾ 2024 ജീവിക്കുന്നത്. ഇത്രയും സാങ്കേതിക വിദ്യയും ടെക്നോളജിയും വളർന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു 50-60 മീറ്റർ മണ്ണിടിഞ്ഞ് ഇതിനകത്തുപെട്ട ഒരാളെ രക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മളെ അനാസ്ഥയായിട്ട് എനിക്ക് കാണാം. അതെ, ഇപ്പോൾ നിലവിലിപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു കാര്യങ്ങൾ എന്ത് എന്നത് പരിശോധിച്ചാൽ അവിടെ ഈ ആ മേഖലയിൽ തന്നെ ലോറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. നമ്മളൊക്കെ അല്പസമയം മുൻപ് രഞ്ജിത്ത് ഇസ്രയേൽ പറയുന്നുണ്ടായിരുന്നു അത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അങ്ങനെയുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അതെ, ഇന്നലെ സജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തി ലൊക്കേറ്റ് ചെയ്തതാണ് ആ സ്ഥലത്ത് വണ്ടി ഉണ്ട് എന്നുള്ള, വണ്ടിയുടെ അംശം, ഇരുമ്പിന്റെ ലോഹത്തിന്റെ അംശം അവിടെ കാണുന്നുണ്ട് എന്നുള്ളത് ഇന്നലെ വൈകുന്നേരത്തെ തന്നെ അവർ പറഞ്ഞതാണ്. ആ ഈ ഉണ്ടായ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡില് ഒരു 5-6 വണ്ടിക്ക് പാർക്ക് ചെയ്യാവുന്ന സ്ഥലമേ അവിടെ ഉള്ളൂ. ആ സ്ഥലത്താണ് ഇപ്പൊ അതിന്റെ ഏകദേശം അടുത്തായിട്ടാണ് ഇപ്പൊ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ആ മലയോട് ചേർന്നിട്ട് തന്നെ ആ റോഡിൽ നിന്ന് വിട്ടിട്ട് ഒരു വണ്ടി കാണുന്ന ഡബിൾ ലൈനിന്ന് ഒരു ലോറിക്ക് കൂടി പാർക്ക് ചെയ്യാവുന്ന സൗകര്യത്തിലുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ. അവിടെ ആയിട്ടാണ് ഈ 5-6 വണ്ടികൾ പോകുമ്പോൾ ലൊക്കേഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ ഒരുവിധം എല്ലാവർക്കും ലൊക്കേഷൻ വിട്ടു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ലൊക്കേഷനിൽ നോക്കിയാൽ മനസ്സിലാവും. അവർ വണ്ടിക്ക് കത്തിച്ച് വെക്കാവുന്ന സൗകര്യമുള്ള സ്ഥലമാണ് അവിടെ. അവിടേക്ക് ഇപ്പോഴും എത്തിയിട്ട് ഇനിയും അവിടേക്ക് എത്താനുണ്ട്. അപ്പോൾ ഇന്നെങ്കിലും ഇന്നലെ പോലും എട്ടരയാകുമ്പോഴത്തേനും അവിടെ കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് നിർത്തിപ്പോയി. നമ്മുടെ നാട്ടിൽ ഇതിൽ കൂടുതൽ തവളപ്പാറൊക്കെ ഉണ്ടായ ഉരുൾപൊട്ടലൊക്കെ നിങ്ങൾ അതെ, റിപ്പോർട്ട് ഇപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ടാവും. സൈന്യം എത്തിയിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു മോശം കാലാവസ്ഥയിൽ നിർത്തുക എന്നുള്ളതിലേക്ക് അവർ പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമീർ, പ്രതീക്ഷ തന്നെയായിരുന്നു മേഡം. ഇന്നലെയും ഇതേപോലെ പ്രതീക്ഷ നിന്നു. ഇന്നലെ 8:30 നമ്മളെ വിദഗ്ധനായ സജിത്ത് ഇസ്രായേൽ പോലും അവിടെ ഉണ്ടായിട്ട് പോലും അവർക്ക്, കാരണം അവരെ അനാസ്ഥല്ല, അവിടുത്തെ ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ട് അവർക്ക് 8:30 നിർത്തി പോകേണ്ട ഗതി വന്നു. മഴയാണ്, കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞിട്ട്. ഇവിടെ പ്രളയം ഉണ്ടായ സമയത്തും ഈ മഴത്തന്നെ ഇത്രയും ആൾക്കാരെ രക്ഷിക്കാൻ നമ്മൾ നാട്ടുകാർ വേണ്ടിയിട്ട് ഇറങ്ങിയത് മഴ വകവെക്കാണ്ടാണ്. അവിടെ മഴ ആയെന്ന്, കാലാവസ്ഥ മോശമാണെന്ന് പറഞ്ഞിട്ട് അവർ നിർത്തിപ്പോകും. ഇന്നെങ്കിലും മേഡം കഴിയുമെങ്കിൽ അഭ്യർത്ഥന, ഇന്നെങ്കിലും അവനെ കിട്ടുന്ന വരെ അവിടെ രക്ഷാപ്രവർത്തനം നിർത്തരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന. ഇന്ന് 6ാമത്തെ ദിവസം അവന്റെ ജീവൻ അല്പമെങ്കിലും അതിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് എത്തിപ്പെടാനുള്ളൊരു സംവിധാനം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ്. ഏത് അതെ, വിധേയനെങ്കിലും ഇപ്പൊ മിലിറ്ററി വന്നു പറഞ്ഞൊരു ആശ്വാസകരമായ ഒരു റിപ്പോർട്ടാണ്. മിലിറ്ററി വന്നെന്ന് പറഞ്ഞു. മിലിറ്ററി അല്ല ഇനി ആര് വന്നാലും അവിടെ അവന്റെ അടുത്തേക്ക് എത്തിപ്പെടണം. അതാണ് എന്റെ ആവശ്യം.
അതെ, ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരുന്നു സവാദ്, അർജുന്റെ സുഹൃത്താണ്. അപ്പോൾ സവാദ് പറഞ്ഞത് രാവിലെ 5:30 പുലർച്ചെ ഈ ലോറി കണ്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അത് റോഡിൽ നിന്ന് കുറച്ച് മാറി സൈഡ് ചേർത്ത് ഇട്ടിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരുപാട് അങ്ങോട്ടേക്ക് ഒലിച്ചു പോകാനൊക്കെയുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നു. ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രയേലും അത് തന്നെയാണ് പറയുന്നത്. കാരണം മൊബൈൽ ഫോൺ റിങ് ചെയ്തിട്ടുണ്ട്, കൂടാതെ എഞ്ചിൻ ഓണായി എന്നൊക്കെ പറയുന്നത് തീർച്ചയായും അത് അവിടെ തന്നെ ഉണ്ട്, എവിടെയോ ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സൈന്യം വന്നിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായും നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. അങ്ങനെ മഴ പെയ്യുമ്പോഴേക്കും നിർത്തുന്ന തരത്തിലേക്കല്ല അവരുടെ രക്ഷാപ്രവർത്തനം എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നതും. സമീർ, ഏതായാലും നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് അർജുനിലേക്ക് എത്താൻ കഴിയും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നമുക്ക് ആർക്കും ഇപ്പോഴും അത് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ കൈവിടാതെ തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആ ഒരു ശുഭവാർത്ത കേൾക്കാൻ കാത്തിരിക്കുകയാണ്.